ചാക്യാർ കൂത്തിൽ പറഞ്ഞു പഴകിയ പുരാണ കഥകൾ കേട്ടുമടുത്ത ശ്രോതാക്കൾക്ക് മുന്നിൽ പുതിയ പ്രമേയവുമായി ചാക്യാർ പ്രവേശിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആപ്തവാക്യം ഉപദേശിച്ച മഹാന്മാരുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് എന്ത് പറ്റി പറയൂ. ചാക്യാർക്കൊരു സംശയം. വിദ്യാഭ്യാസം എന്ന വാക്ക് പിരിച്ചെഴുതിയത് മാറിയോ എന്നൊരു സംശയം. വിദ്യ ആഭാസമായി മാറിയോ എന്ന് ചാക്യാർ സംശയിക്കാൻ കാര്യമുണ്ട്. അതെ, കത്തിക്കുത്തിലും തീവയ്പിലും കഷായം കൊടുക്കുന്നതിനും പാമ്പിനെ വിടുന്നതിനും വിദ്യാസമ്പന്നർ മുന്നിൽ തന്നെ. അതെ, അവർ മുന്നിൽ തന്നെയാണ്, അല്ലേ? അവർ മുന്നിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ ആലോചിച്ച് ചാക്യാർ ഒട്ടാകെ സഞ്ചരിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യായി. വിദ്യ കൊണ്ട് അറിയേണ്ടതൊന്നും ആരും അറിയുന്നില്ല, വേണ്ടാത്തതൊക്കെ അറിയുന്നതാനും. വേണ്ടതറിയാത്ത സത്യം ആപേക്ഷികത്തിൽ ഭ്രമിച്ചു ആരെന്നറിയാതെ ഓടി ആരവക്കൂട്ട് രചിച്ചു. ചാക്യാരെന്ന് പറയട്ടെ, എന്താണ് ഇവിടുത്തെ സംസ്കാരം? കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ പഠിക്കേണ്ട വിദ്യാലയം തീരുമാനിച്ചു. സീറ്റും ബുക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ കോഴപ്പണം കൊടുക്കുന്ന സ്ഥലം മാപ്പ് നോക്കി കണ്ടുപിടിക്കുന്നതാനും. പിന്നെയോ അടുത്ത വീട്ടിലെ കുട്ടി പഠിക്കുന്ന അല്ലല്ലല്ല അവനെ വാർത്തെടുക്കുന്നിടത്താകരുത് എന്റെ മോൻ. വാശി, ആഡംബരം, പൊങ്ങച്ചം ഇവയെല്ലാം ചേർന്ന് കോമാളികളായി രക്ഷിതാക്കൾ. ഭാരം ചുമന്ന് തളരുന്ന നേരത്ത് കൂട്ടിനായി കൂട്ടുന്ന സ്വപ്നലോകം, ആപക്കുറഞ്ഞത് കൂടുന്ന നേരത്ത് മാറുന്ന കാഴ്ചകൾ കാഴ്ച മാത്രം. പണ്ട് മക്കളെ കെട്ടിക്കാൻ നേരത്താണ് ആശങ്കപ്പെടുന്നത്. എന്നാൽ ഇന്നോ 5-6 വയസ്സിലെ തുടങ്ങുകയായി. ഹോംവർക്ക്, ട്യൂഷൻ, ആക്ടിവിറ്റി എന്നീ ഓമന പേരുകളിൽ തുടരുകയായി, അല്ലേ? അതിനിടയിലാണ് മൊബൈലിന്റെ വരവ്. എന്താ പറയേണ്ടത്? തൊട്ടാൽ 8 കാഴ്ചകൾ അവൻ കാണിക്കും. എങ്ങനെ കാണാതിരിക്കും, അല്ലേ? 1 കണ്ടു, 2 കണ്ടു, അങ്ങനെ കാണാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയായി, അല്ലേ? എന്തെന്ത് വേഷങ്ങൾ,
എന്തെന്ത് ഭാവങ്ങൾ! പാടിയാൽ തീരാത്ത കഥകളോ ആയിരം. സ്ഥൂല സൂക്ഷ്മങ്ങളെ കാരണ ഇരുളതിൽ ചാലിച്ചു തീർക്കുന്ന ചിത്രമോ ജീവിതം. എന്താണ് ഈ പുതിയ രീതി? ചാക്യാർക്ക് ഒരു സംശയം. വിദ്യാഭ്യാസം സമ്പൂർണ്ണ ബോധത്തിന് എന്ന ബോർഡ് ചാക്യാർ കണ്ടു. ചാക്യാർ വരുന്ന വഴിക്ക് അത് കണ്ടു. ചാക്യാർ വിചാരിച്ചു, ഒട്ടും ബോധമില്ലാത്ത ഇവരെയൊക്കെ എങ്ങനെ സമ്പൂർണ്ണ ബോധമുള്ളവരാക്കാമെന്ന്. അതൊന്നറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പോഴല്ലേ അറിയുന്നത് അകപുറമില്ലാത്ത വിദ്യാഭ്യാസം. എന്താണ് ഈ പുതിയ രീതി? അതാണ് കാര്യം. കുട്ടിയും അധ്യാപകരും ചേർന്നാൽ വിദ്യാഭ്യാസം പൂർണ്ണമാവില്ല. കുട്ടിയും രക്ഷിതാക്കളും ടീച്ചറും ചേർന്നാൽ മാത്രമേ വിദ്യ പൂർണ്ണമാകുള്ളൂ. അപ്പോഴും ചാക്യാർക്കൊരു സംശയം. ഇപ്പോഴത്തെ രക്ഷിതാക്കളും എവിടെയാ സമയം? അവർ അവരുടെ ലോകത്ത്, മക്കളോ മക്കളുടെ ലോകത്ത്. എന്താ അല്ലേ? അപ്പോൾ ചാക്യാർക്കൊരു കാര്യം ബോധ്യായി. ഈ തലമുറ ശരിയാവണമെങ്കിൽ രക്ഷിതാക്കളും ഒരു ശ്രമം നടത്തിയേ തീരുകയുള്ളൂ. പിന്നെയോ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഞാൻ ആരെന്നറിയണം. അകത്തുള്ളത് എന്തെന്നറിഞ്ഞാലേ പുറത്തുള്ളതിന്റെ മൂല്യം അറിയൂ എന്നാണ് ഇവിടുത്തെ മുനിവര്യന്റെ അഭിപ്രായം. എന്താ പറയേണ്ടത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ ഊർജമെന്ന് പഠിച്ച ചാക്യാർക്ക് തെറ്റി എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു. നാമെല്ലാം ഊർജത്തിന്റെ പാക്കറ്റുകളാണെന്നും അതിനെ തന്നെ വൈറ്റ്, റെഡ്, ബ്ലാക്ക് എന്നീ മാറ്ററുകളായി തിരിച്ചിരിക്കുന്നുവെന്നും നമ്മുടെ ചിന്തകൾ അതിന്റെ വ്യതിയാനത്തിലാണ് മാറുന്നതെന്നും അറിഞ്ഞപ്പോൾ ചാക്യാർക്കൊരു കാര്യം ബോധ്യായി. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സമ്പൂർണ്ണ ബോധം ലഭിച്ചത് തന്നെ. മണ്ണിൽ ജനിച്ചു, മണ്ണിൽ വളർന്നു, മണ്ണായി മാറും മുമ്പെത്തിടേണം. മനക്കണ്ണ് തന്നിൽ ദീപം തെളിച്ചു, മനയാഭയങ്ങും ചൊരിയുന്ന ബോധം. ഇനി ഒരു വിശേഷം കൂടി പറഞ്ഞു കഴിഞ്ഞ് ചാക്യാർ പിൻവാങ്ങാം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സ്കൂൾ മുറ്റത്ത് വലിയ ആളും ബഹളവും. എന്താണെന്നറിയാൻ ചാക്യാർക്കൊരു കൗതുകം. അപ്പോഴല്ലേ അറിയുന്നത് അടുത്ത വിശേഷം അവിടെ വാർഷികമാണ്. നടത്തുന്നതോ
ഇപ്പോഴത്തെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് അല്ലേ? അപ്പോഴും ചാക്യാർക്കൊരു സംശയം. ഇത്രയും വലിയ രീതിയിൽ ചിന്തിക്കുന്ന ഈ സ്കൂളിലും ഇതാണോ അവസ്ഥ? എന്താ പറയേണ്ടത്? ഇവിടെ അതും പുതുമയാ. പഠിക്കേണ്ട പാഠങ്ങൾ വിവിധ പാചകത്തിലൂടെ വിഭവസമൃദ്ധമായ സദ്യയായി സദസ്സിന് മുമ്പിൽ എത്തിക്കുക എന്നത് ഇവിടുത്തെ അധ്യാപകരും അല്ലല്ലല്ല ഗുരുമാക്കളും കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിശ്രമിച്ചാണ്. ഇതൊരു പുതിയ രീതി തന്നെ. അപ്പോ എന്താ ഇനി ചാക്യാർ പറയേണ്ടത്? അവരവരെ അറിയുന്ന, സമൂഹത്തെ അറിയുന്ന, ചുറ്റുപാടുകളെ അറിയുന്ന, പ്രപഞ്ചത്തെ അറിയുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ ഗുരുമാക്കളെയും ഇവരെല്ലാരെയും നിയന്ത്രിക്കുന്ന പ്രധാന അധ്യാപകനെയും ഇതിനെല്ലാത്തിനും തന്നെ കാരണഭൂതനായ മുനിവര്യനെ മനസാ സ്മരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം സമ്പൂർണ്ണ ബോധത്തിന് തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചാക്യാർ വിട വാങ്ങുന്നു.